നമസ്കാരം. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഹപാഠികളായ 3 വിദ്യാർത്ഥികളും അമ്മുവുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് കോളേജിനുള്ളിൽ തന്നെ പരിഹരിച്ചതാണ്. ആത്മഹത്യ ചെയ്യേണ്ട കാരണങ്ങൾ ഇല്ലായിരുന്നു എന്നാണ് അമ്മു സജീവിന്റെ ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ മൊഴി നൽകിയിരിക്കുന്നത്. ആരോപണ വിധേയരായ വിദ്യാർത്ഥിനികളെയും അടുത്ത ദിവസം തന്നെ പോലീസ് ചോദ്യം ചെയ്യുമെന്ന നിർണായക വിവരവും പുറത്തുവരുന്നു. പിന്നാലെ അന്വേഷണം ഊർജിതമാക്കിയ പത്തനംതിട്ട പോലീസ് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴിയെടുക്കുകയായിരുന്നു. സഹപാഠികളായ 3 വിദ്യാർത്ഥിനികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിച്ചിരുന്നു എന്ന പരാതി അമ്മുവിന്റെ പിതാവ് നൽകിയിരുന്നു. പിന്നാലെ ആഭ്യന്തര അന്വേഷണ സമിതി രൂപീകരിച്ചു. വിദ്യാർത്ഥിനികളോട് വിശദീകരണം തേടിയ ശേഷം പ്രശ്നം പരിഹരിച്ചതാണ് എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അമ്മുവും സഹപാഠികളും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ലോഗ് ബുക്ക് കാണാതായതും ടൂർ കോർഡിനേറ്ററായി അമ്മുവിനെ തെരഞ്ഞെടുത്തതുമൊക്കെ തർക്കം രൂക്ഷമാക്കി. എന്നാൽ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തതാണ് എന്നാണ് ക്ലാസ് ടീച്ചർ പറയുന്നത്. പക്ഷേ കുടുംബം ഇത് നിഷേധിക്കുന്നു. ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥികളും ഇപ്പോൾ അവരുടെ വീടുകളിലാണ്. രക്ഷിതാക്കളുടെ അനുമതി വാങ്ങി അവരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ്. അമ്മുവിന്റെ മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകും. അതിനിടെ വിദ്യാർത്ഥിനിയുടെ മരണത്തിൽ കോളേജിന് വീഴ്ച പറ്റിയെന്ന് ആരോപിച്ച് ABVP പ്രതിഷേധ മാർച്ച് നടത്തി. പ്രിൻസിപ്പലിന്റെ മുറിക്കുള്ളിൽ പ്രതിഷേധിച്ച പ്രവർത്തകരെ പിന്നീട് പോലീസ് ബലം പ്രയോഗിച്ച് നിൽക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചുട്ടിപ്പാറ കോളേജിലെ അവസാന വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യ സർവകലാശാലയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അമ്മു സജീവിന്റെ മരണത്തിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്.